ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിസസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. വേരിയസ് ടൈപ്സ് ഓഫ് മെട്രിസസ് പഠിച്ചു. ഈക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്താണെന്ന് പഠിച്ചു. ഈക്വാളിറ്റി ഓഫ് മെട്രിസസിൽ നിന്ന് സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, 2 മാർക്ക് കിട്ടും. അതിലൊരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുകയാണ്. അതിന് പുറമേ നമ്മൾ അഡീഷൻ ഓഫ് മെട്രിസസ് പഠിക്കും, സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ് പഠിക്കും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്താണെന്ന് പഠിക്കും. ഈക്വാളിറ്റി ഓഫ് മെട്രിസസിലെ അടുത്ത പ്രോബ്ലമാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. 2 മെട്രിസസ് ഈക്വൽ ആകുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആവുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ എന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ എലമെൻറ്റ് x+3 ആണ്. ഈ x+3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് 1 ആണ്. അപ്പോൾ ഈ x+3യും 1ഉം സെയിം ആയിരിക്കണം. x+3 = 1 എന്ന് വരും. എന്നിട്ട് ഈ 3 റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. x = 3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇവിടെ 1 ഉണ്ട്. 1 - 3 = -2. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. അതുപോലെ y കണ്ടുപിടിക്കണം. അതിന് നമ്മൾ 2y + 4 എടുക്കുക. 2y + 4ന് കറസ്പോണ്ടിങ് എലമെൻറ്റ് -5 ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, എന്നാലേ ഈ മെട്രിക്സ് ഈക്വൽ ആവത്തുള്ളൂ. അപ്പോൾ 2y + 4 = -5. ഈ 4നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. 2y = -5 - 4, അപ്പോൾ -9. 2y = -9. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. y = -9/2. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി, വൈയുടെ വില കിട്ടി. അടുത്ത് നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. z + 4 ഈ എലമെൻറ്റ്, ഇതിന് കറസ്പോണ്ടിങ് എലമെൻറ്റ് -4 ആണ്. അപ്പോൾ z + 4 = -4. z + 4ൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് -4. അപ്പോൾ z + 4 = -4 എന്ന് എഴുതണം. ഈ 4നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. ഓൾറെഡി -4 ഉണ്ട്. 4നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -4. ആൻസർ -8. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി, ഇസഡിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് വേണ്ടത് ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ്. അതിന് ഈ 3w + 1 എടുക്കുക. 3w + 1 അതിന് കറസ്പോണ്ടിങ് -23. അപ്പോൾ 3w + 1ഉം -23ഉം സെയിം ആണ്. ഈ 1നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. 3w = -23 - 1 -24. എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -3w = -24 എന്ന് വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -24/3 -8. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ -8 എന്ന് വരും. അങ്ങനെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്ന ഇതേ മെത്തേഡിലാണ്. അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ടെക്നിക്ക്. അടുത്ത ടോപ്പിക്ക് അഡീഷൻ ഓഫ് മെട്രിസസ് ആണ്. ഇവിടെ 2 മെട്രിസസ് തന്നിട്ടുണ്ട്, A ആൻഡ് B. എയുടെ ഓർഡർ ഇത് റോ 1, റോ 2, റോ 3, 3 റോ. ഇതൊരു കോളം, രണ്ടാമത്തെ കോളം. 3/2 മെട്രിക്സ് എന്ന് പറയും. 3 റോയും 2 കോളമുള്ള മെട്രിക്സ് 3/2 മെട്രിക്സ്. ബി ആണെങ്കിലോ ഇവിടെ 1, 2, 3 3 റോ. കോളം 502 ഫസ്റ്റ് കോളം, 114 സെക്കൻഡ് കോളം, 2 കോളം, 3/2. അതായത് ഇതിൻ്റെ കോളംസ് രണ്ടും സെയിം ആണ്. അല്ല സോറി, ഓർഡർ സെയിം ആണ്. എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 മെട്രിസസ് ആഡ് ചെയ്യുന്നത്. അതിന് എയുടെ 2 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. അതിന് കറസ്പോണ്ടിങ് ബിയുടെ 5 ആണ്. അത് തമ്മിൽ ആഡ് ചെയ്യണം. സിമ്പിൾ ഇതാണ്. എയും ബിയും തമ്മിലുള്ള അഡീഷൻ, A + B. 2ഉം 5ഉം കൂടെ ആഡ് ചെയ്യണം. 2 + 5.
അടുത്തത് 5ഉം 1ഉം കൂടെ ആഡ് ചെയ്യണം. 5 + 1. ഇനി -1ഉം അതിന് കറസ്പോണ്ടിങ് 0യും. -1 + 0. 2 അതിന് കറസ്പോണ്ടിങ് 1. അപ്പം 2 + 1. ഇത് 0 + 2. അടുത്തത് 3യും അതിന് കറസ്പോണ്ടിങ് 4. 3 + 4 = ഇത് 7 ആണ്, ഇത് 6, ഇത് -1, ഇത് 2 + 1 3, 0 + 2 2, 3 + 4 7. A + B കിട്ടുന്നത് ഇങ്ങനെയാണ്. അത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. ഇനി A + Bയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. അപ്പോൾ രണ്ട് 3/2 മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ഒരു 3/2 മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇനി തിരിച്ച് B + A എടുത്താൽ സംഭവിക്കും. ഇവിടെ ആദ്യം 2 പിന്നെ രണ്ടാമത് 5 എടുത്തു. B + A ആകുമ്പോൾ ഇത് തമ്മിൽ തിരിഞ്ഞു വരും. ആദ്യം 5 വരും, രണ്ടാമത് 2 വരും. ഇവിടെ ആദ്യം 1 വരും, രണ്ടാമത് 5 വരും. ഇത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ A + Bയും B + Aയും സെയിം ആയിരിക്കും. പിന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. A + B കണ്ടുപിടിച്ചപ്പോൾ രണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്തു. എലമെന്റ്സ് ഒക്കെ ഇൻഡിജേഴ്സ് ആണ്. അതുകൊണ്ട് 2 + 5 എന്ന് എഴുതിയാലും 5 + 2 എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ A + B എന്ന് എഴുതിയാലും B + A എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ A + Bയും B + Aയും സെയിം ആണ്. ഈ പ്രോപ്പർട്ടിക്ക് ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം എന്താ പറയുക, നമുക്ക് മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഒരു നമ്പറിനെ നമുക്ക് മറ്റൊരു നമ്പർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയാം. അതേപോലെ തന്നെയാണ് മെട്രിക്സിൻ്റെ സബ്ട്രാക്ഷൻ. സിമ്പിൾ ഇതാണ്. A - B എന്ന് എഴുതും. സബ്ട്രാക്ട് ചെയ്യുന്നത് എയിൽ നിന്നും B സബ്ട്രാക്ട് ചെയ്യുന്നു. അതിന് ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. 5 എന്ന് പറയുന്ന എലമെന്റിൽ നിന്നും 8 സബ്ട്രാക്ട് ചെയ്യണം. 5 - 8. A ആണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എയിലുള്ള എലമെന്റ് ആണ് ആദ്യം വരേണ്ടത്. ബിയിലുള്ള എലമെന്റ് രണ്ടാമത് വരണം. അപ്പോൾ 5 - 8. ഇവിടെ 6 അതിന് കറസ്പോണ്ടിങ് -4 ആണ്. അപ്പോൾ മൈനസ് കൊടുക്കണം. -4 എന്ന് കൊടുക്കണം. ഇതിൽ നിന്നും ഇതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഈ 6ൽ നിന്നും -4 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 6 - -4. ഈ -1ൽ നിന്ന് ഈ -1 സബ്ട്രാക്ട് ചെയ്യണം. -1 - -1. ഈ -1ൽ നിന്ന് ഈ -1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ -1 - -1. ഈ 2ൽ നിന്ന് ഈ 0 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 2 - 0. 5 - 8 എന്ന് പറഞ്ഞാൽ -3 ആണ്. ഇത് 6 + 4 ആണ്. -4 എന്ന് പറഞ്ഞാൽ +4 ആണ്. അപ്പോൾ 6 + 4 10 ആണ്. ഇത് മൈനസ്, ഇത് മൈനസ് മൈനസ് +1. -1 + 1 = 0. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആണ്. അപ്പോൾ ഇത് +1ഉം ഇത് -1ഉം. -1 + 1 0. 2ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ 2. ഓക്കെ. അപ്പോൾ A - B കിട്ടി. ഇനി എന്തായിരിക്കും B - A എന്ന് നോക്കാം നമുക്ക്. B - A എടുക്കുമ്പോൾ 5ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം ഇതാണ് ആദ്യം വരേണ്ടത്. 8 ആദ്യം വരും. അപ്പോൾ 8ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യും. 8ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്താൽ 3 കിട്ടും. ഈ 3യും ഈ -3 ആണ്. 2 ആണ്. അപ്പോൾ A - B എന്ന് പറയുന്നത് B - A ആവണം നിർബന്ധമില്ല. അപ്പോൾ നീഡ് നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. A - B not is equal to B - A. അപ്പോൾ സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആവണോ നിർബന്ധമില്ല. ഈ പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. A - B എടുത്തപ്പോൾ 5 - 8 എന്ന് എടുത്തു. B - A എടുത്തപ്പോൾ 8 - 5 എന്ന് എടുത്തു. 5 - 8 -3 ആണ്. 8 - 5 3 ആണ്. 2 ആണ്. അപ്പോൾ ഇത് രണ്ടും A - B എന്ന് പറയുന്ന മെട്രിക്സും B - A എന്ന് പറയുന്ന മെട്രിക്സും സെയിം അല്ല. അപ്പോൾ A - B നോട്ട് ഈസ് ഈക്വൽ ടു B - A. അടുത്ത ടോപ്പിക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എന്താണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. അതിനൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത്. A എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അത് 1 2 4. ഫസ്റ്റ് റോ 1 2 4, സെക്കൻഡ് റോ 3 5 7, തേർഡ് റോ -2 -4 -6.
ഫൈൻഡ് 3a. അതായത് എ എന്നുള്ള മെട്രിക്സിനെ നിങ്ങൾ 3 എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്, അതുകൊണ്ടാണ് സ്കെയിലാർ എന്ന് പറയുന്നത്, വേരിയബിൾ അല്ല, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 എന്നൊരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ എന്നുള്ള മെട്രിക്സിന് 3 എന്നുള്ളൊരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ എന്നുള്ള മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. നോക്കാം. 3a = നോക്കിയോളൂ, എയുടെ ഓരോ എലമെൻറ്റിനും, ഇവിടെ 9 എലമെൻറ്റ്സ് ഉണ്ട്, അതിന് ഓരോന്നിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 × 1, അപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 × 2, ഈ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 3 × 4, അങ്ങനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത 3 × 3, 3 × 5, 3 × 7, 3 × -2, 3 × -4, 3 × -6 is equal to the 3, 6, 12, 9, 15, 21. The -6, -12, -18. അതായത് ഈ എ എന്നുള്ള മെട്രിക്സിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നിങ്ങൾ ഈ സ്റ്റെപ്പ് വേണമെന്നില്ല, ഈ സ്റ്റെപ്പ് മാത്രമായാലും മതി. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം അത് പഠിക്കാൻ. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം, എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്നത് അടുത്ത മെട്രിക്സാണ്. 2 മെട്രിക്സസ് ഉണ്ട്, സെയിം ഓർഡറാണ്. എന്നിട്ട് നിങ്ങൾ എയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും ബിയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യണം. അതായത് 2a - 3b കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ് നമുക്കറിയാം, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസും നമുക്കറിയാം. ഇവിടെ 2a എന്ന് പറയുമ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ്. എ എന്നുള്ള മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ 2a കണ്ടുപിടിക്കണം. 2a എന്ന് പറയുമ്പോൾ എയിലുള്ള ഓരോ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4. ഞാൻ 2 × 2 എന്ന് എഴുതുന്നില്ല, 4 എന്ന് എഴുതുന്നുള്ളൂ. അടുത്ത 2 × 3 6, 2 × 1 2, 0 × 2 2, -1 × 2 -2. ഓരോന്നിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2, 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10. ഇതാണ് 2a. അടുത്തത് നമുക്ക് 3b കണ്ടുപിടിക്കണം. അതായത് ബിയിലുള്ള ഓരോ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബിയിലെ 1 അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6, -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2, 0യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 അല്ല. 1നെ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, ഇതിനെ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6, -1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -3, 0യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0, -1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3, 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9. ഇനി എന്ത് ചെയ്യണം? 2aയിൽ നിന്നും 3b സബ്ട്രാക്ട് ചെയ്യണം. 2a - 3b is equal to, അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആ സബ്ട്രാക്ഷൻ. ഇതാ ഈ 4ഉം ഈ 3യും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. 4 - 3, 6, ഇവിടെ 6 - 6 കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഇത് 2, ഇത് -3, അപ്പോൾ 2 - -3, അപ്പോൾ 2ന്റെ കറസ്പോണ്ടിങ് -3 ആണ്. അതാണ് 2 - -3 എന്ന് എഴുതിയത്. അടുത്തത് 0, കറസ്പോണ്ടിങ് 0, 0 - 0, -2 അതിന് കറസ്പോണ്ടിങ് -3, അപ്പോൾ -2 - -3. അടുത്ത 10 അതിന് കറസ്പോണ്ടിങ് 9, അപ്പോൾ 10 - 9 is equal to മെട്രിക്സ് 4 - 3 1 ആണ്, 6 - 6 0, 2 ഇത് മൈനസ് പ്ലസ് ആയി, അപ്പോൾ 2 + 3 ആണ്, 2 + 3 5 ആണ്. ഇത് 0 - 0 0, ഇത് മൈനസ് പ്ലസ് ആണ് 3, -2 + 3, -2 + 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്ത 10 - 9, 10 - 9 1 ആണ്. ഇതാണ് ആൻസർ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്.
ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് A+2B. എ എന്നൊരു മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് ആണ്. ബിയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്, A+2B. എ എന്താണെന്ന് അറിയത്തില്ല, ബി എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ A+2B തന്നിട്ടുണ്ട്. അതേപോലെ 2A+3Bയും തന്നിട്ടുണ്ട്. 2A+3B എന്ന് പറഞ്ഞാൽ എയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബിയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. അതാണ് 2A+3B. അപ്പോൾ A+2B എന്ന് പറയുന്നത് മെട്രിക്സ് തന്നിട്ടുണ്ട്, 2A+3B എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ സോൾവ് ചെയ്ത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും, അത് 2 മെട്രിക്സസ് ആണ്, ആ 2 മെട്രിക്സസും കണ്ടുപിടിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 5 മാർക്ക് കിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ആദ്യത്തെ 2 ഇക്വേഷൻസ് ആണുള്ളത്. ഇതിന് മെട്രിക്സ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. മെട്രിക്സ് ഇക്വേഷൻ 1 ആൻഡ് മെട്രിക്സ് ഇക്വേഷൻ 2. 1 എന്നും 2 എന്നും പേര് കൊടുക്കുന്നു. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഇതിനെ സോൾവ് ചെയ്ത് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും കണ്ടുപിടിക്കണം. അതിൻ്റെ ടെക്നിക്ക് ഇതാണ്. നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അവിടെ ചെയ്യുന്നത് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ടാണ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും, ഒന്നുകിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കും, അല്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കും. ഇവിടെ നോക്കിയേ, ഇവിടെ എയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഇവിടെ ആണെങ്കിലോ എയുടെ കോഎഫിഷ്യൻറ്റ് 2. അപ്പോൾ ഇത് രണ്ടും 2 ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2A കിട്ടും, ഇത് 4B എന്ന് കിട്ടും. ഇവിടെ 2A+3B. അപ്പം എയുടെ കോഎഫിഷ്യൻസ് സെയിം ആയി. അപ്പോൾ എയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിങ്ങനെ എഴുതുന്നത് 1 × 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ × 2 ഗീവ്സ് എന്ത് കിട്ടും, എ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2A പ്ലസ് 2B 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4B is equal to മാട്രിക്സിന് എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2A + 4B എന്ന് കിട്ടി. റൈറ്റ് സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 4, ഇത് 2, 4 കിട്ടിയത് 2ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 0 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, -1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2, 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. ഇതാണ് 2A + 4B. അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ 2A + 3B. അതിനൊന്നും ചെയ്യുന്നില്ല, അതിനെ കിട്ടിയേക്കുക 2A + 3B is equal to 1 2 - 1 2 0 1. ഇതിൽ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ 2A - 2A ക്യാൻസൽ ആയിപ്പോവും. അത് A ക്യാൻസൽ ആയിപ്പോവും, ബാക്കി ബി മാത്രം ഉണ്ടാവും. അപ്പം ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും, ബി എന്നുള്ള മെട്രിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ഷനാണ്, മൈനസ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2A - 2A 0 ആയിപ്പോവും. 4B - 3B, 4Bയിൽ നിന്നും 3B സബ്ട്രാക്ട് ചെയ്താൽ B. അപ്പോൾ ലെഫ്റ്റ് സൈഡ് B is equal to 4 ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം, 4 - 1. 2 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം, 2 - 2. 0 ൽ നിന്ന് -1 സബ്ട്രാക്ട് ചെയ്യണം, 0 - -1. അടുത്ത ഈ 2 ൽ നിന്ന് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആ സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ 2 ൽ നിന്ന് ഈ 2 സബ്ട്രാക്ട് ചെയ്യണം, 2 - 2. ഈ -2 ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യണം, -2 - 0. 4 ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം, 4 - 1. B is equal to 4 - 1 3, 2 - 2 0, 0 - -1. ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും, 0 + 1 1 എന്ന് വരും, 3 0 1. 2 - 2 0 എന്ന് വരും, -2 - 0 -2. 4 - 1 3. ഇതാണ് ബിയുടെ വാല്യൂ. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് 2 രീതിയിൽ നമുക്കത് ചെയ്യാം. ഒന്നുകിൽ ബിയുടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാം, അല്ലെങ്കിൽ ഈ കിട്ടിയ ബിയുടെ വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് എ കണ്ടുപിടിക്കുക. ഏത് രീതിയിൽ കണ്ടുപിടിച്ചാലും ആൻസർ ഒന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എ കണ്ടുപിടിക്കാനുള്ള മെത്തേഡിലോട്ട് പോവുകയാണ്. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് ബി ഇൻ ഇക്വേഷൻ 1. ഈ ബി ഇപ്പം കിട്ടിയ ബിയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. എ കണ്ടുപിടിക്കേണ്ട, എ അറിയത്തില്ല. A + 2 × B
B എന്ന് പറഞ്ഞാൽ 3 0 1 0 minus 2 3 is equal to matrix 2 1 0 1 minus 1 2. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. A പ്ലസ് 6 0 2 2 കൊണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ. നമ്മൾ ഇത് 0 minus 4 6 is equal to 2 1 0 1 minus 1 2. ഇനി ഇതാ ഈ മാട്രിക്സ് 6 0 2 0 minus 4 6 എന്നുള്ള മാട്രിക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ A is equal to 2 1 0 1 minus 1 2. ഇത് മൈനസ്, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ്, റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഈ മാട്രിക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ മൈനസ് 6 0 2 0 minus 4 6 വരും. ഇനി കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യണം. 2 minus 6 1 minus 0 0 minus 2. ഇത് 1 minus 0 minus 1 minus minus 4 മൈനസ് ചെയ്യണം. മൈനസ് മൈനസ് 4 2 minus 6 is equal to matrix 2 minus 6 minus 4 1 minus 0 1 0 minus 2 minus 2 1 minus 0 1. ഇത് മൈനസ് മൈനസ് പ്ലസ് 4 എന്ന് വരും. മൈനസ് 1 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 minus 6 minus 4. ഇതാണ് എയുടെ വാല്യൂ. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ എഴുതി പഠിക്കണം.